ഹായ് എവരിവൺ, മോഗൻ എയർഡ്രോപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സീൽ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. സീൽ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് സൂയ എക്കോസിസ്റ്റത്തിലുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്തായിട്ട് സൂയ എക്കോസിസ്റ്റത്തിൽ വരുന്ന എല്ലാ പ്രൊജക്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ റിവാർഡ്സും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ നല്ല പ്രൊജക്റ്റുകളും നല്ല ഓപ്പർച്യൂണിറ്റീസ് എല്ലാം സൂയ എക്കോസിസ്റ്റത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നത്തെ ആ ഒരു സോളാന എക്കോസിസ്റ്റത്തിൻ്റെ ഒരു വൈബ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മിസ്റ്റൽ ലാബ്സ് എന്ന് പറയുന്ന ലാബ്സാണ് സൂയ എന്ന പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ തന്നെ വേറെ പ്രൊജക്റ്റാണ് സീല്. വേറെ പ്രൊജക്റ്റാണോ വേറെ ടെക്നോളജി ആണോ എന്നൊന്നും അറിയില്ല. അതോ വേറെ അതിന് സെപ്പറേറ്റ് ആയിട്ട് ടോക്കൺ ഉണ്ടോ, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ് അവൈലബിൾ ഇല്ല. ജസ്റ്റ് ഒരു എയറിലുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അത് അവർ തന്നെ ഒഫീഷ്യലായിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ഫ്യൂച്ചറാണെന്നോ എന്താണെന്നോ കറക്റ്റ് ആർക്കും അറിയില്ല. അപ്പോൾ അത് വരുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ നമ്മളതൊന്നും മിസ് ഔട്ട് ചെയ്യണ്ട. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫോസെറ്റ് കളക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ടെലഗ്രാമിൽ കൊടുക്കാം. അപ്പോൾ എങ്ങനെ ഫോസെറ്റ് കളക്ട് ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. സൂയി വോളറ്റ് ഓപ്പൺ ചെയ്യുക, സെറ്റിങ്സ് പോവുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ടെസ്റ്റ് നെറ്റ് ആക്കിയിട്ടുണ്ട്. സാധാരണ നിങ്ങളുടെ മെയിൻ നെറ്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അത് ടെസ്റ്റ് നെറ്റ് ആക്കിയിടുക, ബാക്ക് അടിക്കുക, റിസീവ് അമർത്തുക, ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഈ വെരിഫിക്കേഷൻ ഇടിക്കുക, ഫോസെറ്റ് ചെയ്യുക. ഇപ്പോൾ റേറ്റ് ലിമിറ്റ് എക്സീഡ് എന്ന് പറഞ്ഞാണ് കാണിക്കണേ. എന്തോ എറർ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൺജസ്റ്റഡ് ആയി നെറ്റ്വർക്ക്. വേണമെങ്കിൽ നമുക്ക് വാളറ്റ് കണക്ട് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഈ ഫോസെറ്റ് എക്സീഡ് ആയി. അപ്പോൾ വേറെ ഫോസെറ്റ് ഞാൻ ഫോസെറ്റിൻ്റെ ലിങ്ക് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഫോസെറ്റ് കിട്ടി, ഒരു 0.5 സൂയി കിട്ടിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അത് മതിയാവും നമ്മൾ വിചാരിക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഇതിലാണ് നമ്മൾ ബാക്കിയെല്ലാം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണത്. ആദ്യം നമ്മൾ വാളറ്റ് കണക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഈ അലോ ലിസ്റ്റ് എക്സാം എന്നുള്ളതിൽ ട്രൈ നൗ കൊടുക്കുക. എന്തെങ്കിലും നെയിം കൊടുക്കുക. ക്രിയേറ്റ് അലോ ലിസ്റ്റ് കൊടുക്കുക. വാളറ്റ് ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വാളറ്റിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. റിസീവ് അമർത്തുക, ആ അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഇവിടെ കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോൾ അപ്രൂവ് വരും. എന്നിട്ട് വേണം നമ്മൾ ഇത് നമ്മൾ രണ്ടെണ്ണം ചെയ്യണം. ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഫയൽ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫോട്ടോസ് എന്തെങ്കിലും ചൂസ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് എൻക്രിപ്റ്റ് വാളറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത് സ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേക്ക് ടാബ് ഓർഗനൈസേഷൻ ORG ആണ്. അതിൽ വർക്കായില്ല, അതെന്തോ എററുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് കൂടി ഒന്ന് ട്രൈ ചെയ്യുക. ഇതിപ്പോൾ എന്തോ എററായിട്ടിരിക്കുകയാണ്, ഇപ്പോൾ കൺജസ്റ്റഡ് ആയി തോന്നുന്നു. അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യാം. ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുക. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ആൻഡ് എൻക്രിപ്റ്റ് ഓൾ ഫയൽസ് ക്ലിക്ക് ചെയ്യുക, സൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫയൽ ഇവിടെ കാണിക്കും. അത് ക്ലോസ് ചെയ്യുക. വീണ്ടും മുന്നേ വന്നിട്ടുള്ള വെബ്സൈറ്റിൽ ഇടുക. എന്നിട്ട് ഇതിൽ പോയിട്ട് നമ്മൾ വീണ്ടും ഈ സ്റ്റേക്ക് എന്നുള്ള സംഭവം സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ എറർ വരുന്നതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ഈ എറർ പോകുമ്പോൾ സെയിം സ്റ്റെപ്പ് വഴി ഈ സ്റ്റേക്ക് ടാബിൽ കൂടി ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ എറർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യണില്ല. കണ്ടില്ലേ, ഈ എറർ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിലും ട്രൈ ചെയ്യണം നമ്മൾ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി അടുത്തൊരു ടാസ്ക് കൂടി ഉണ്ട്, ഒരു ചെറിയ ടാസ്ക് കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് സബ്സ്ക്രിപ്ഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. അത് ട്രൈ നൗ കൊടുക്കുക. എന്തെങ്കിലും പ്രൈസ് വല്ല
എന്തെങ്കിലും കൊടുത്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ഇരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രൈസ് 1 കൊടുക്കണം. 1 ഓർ മോർ amount കൊടുക്കണ്ട. കാരണം ഇതുവരെ ഞാൻ ഡിജിറ്റ് വെച്ച് ട്രൈ ചെയ്തപ്പോൾ ഒന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 1 കൊടുക്കണം പ്രൈസ്. സബ്സ്ക്രിപ്ഷൻ മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിനിറ്റ് കൊടുക്കാം. നെയിം ഓഫ് ദ സർവീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ക്രിയേറ്റ് സർവീസ് അമർത്തുക. ആ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുക. വ്യൂ ഓൾ ക്രിയേറ്റഡ് സർവീസുകൾ നോക്കുക. മാനേജ് അമർത്താം. എന്നിട്ട് ഇതിലും സെയിം സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ഇതിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ മുന്നത്തെ എയർടെലുള്ള സർവീസ് തന്നെയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇതാക്കിയിടാം. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ മറ്റേതും ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ആ ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ അതിന് ശേഷം സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇങ്ങനെ വരും. അത് അപ്രൂവ് ചെയ്യുക. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ഫോർ 1 മിസ്റ്റ് കൊടുത്തിട്ട് അപ്രൂവ് ചെയ്യുക. നമ്മൾ 1 മിസ്റ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 1 മിസ്റ്റ് കാണിക്കണേ. നമ്മൾ കൊടുക്കണ അതനുസരിച്ചിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാസ്ക്. അപ്പോൾ മറ്റേതിൽ നമ്മൾ സ്റ്റേക്ക് ടാബ് .org എന്ന് പറഞ്ഞാൽ ഇത് തൽക്കാലം എററാണ്. ഇപ്പോൾ തന്നെ കൺജസ്റ്റഡ് ആയി തുടങ്ങി. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് കുറച്ച് മണിക്കൂർ മുമ്പ് ഇറങ്ങിയിട്ടുള്ളൂ ഇത്. അപ്പോൾ അതുകൂടി നിങ്ങൾ ട്രൈ ചെയ്യുക. അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മൾ എല്ലാ സൂയി വരുന്ന എല്ലാ പ്രൊജക്റ്റുകളും പക്കയായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ബാക്കി എല്ലാ അപ്ഡേറ്റ്സിനും എയർലി പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.